ഹലോ എവറി വൺ. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനൊരു വീഡിയോ ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ നാഷണൽ സയൻസ് ആൻഡ് മാത്സ് ചാമ്പ്യൻഷിപ്പിന്റെ ഡേറ്റ് പോസ്റ്റ്പോൺ ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അതിന്റെ കൂടുതൽ വിവരങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് നാഷണൽ സയൻസ് ആൻഡ് മാത്സ് ചാമ്പ്യൻഷിപ്പ് എന്നുള്ളതും അതിൽ വിൻ ചെയ്യുന്ന വിന്നേഴ്സിന് എന്തൊക്കെയാണ് ക്യാഷ് പ്രൈസുകളും മറ്റു പ്രൈസുകളും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ മുന്നേ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനിയും അത് ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ ഇവിടെ ഐ ബട്ടൺ അത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു വീഡിയോ കഴിഞ്ഞ ശേഷം ഉടനെ തന്നെ നിർബന്ധമായിട്ടും ഹൈസ്കൂളിൽ പഠിക്കുന്ന എല്ലാ സ്റ്റുഡൻസും ആ വീഡിയോ കണ്ടിരിക്കണം. വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്, ഒരിക്കലും മിസ് ചെയ്യരുത്. അപ്പോൾ അതിന്റെ ഫൈനൽ ഡേറ്റ് അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ വരുന്ന മെയ് 24-നാണ്. പക്ഷേ അത് എന്ത് ചെയ്തിട്ടുണ്ട്, ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ള ന്യൂസ് ആണ്. കാരണം ഒരു മാസം കൂടെയൊക്കെ എക്സ്റ്റൻഷൻ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടും അതിന് നല്ല രീതിയിൽ പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരു ടൈം കൂടി കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം മെയ് 24 ആണ് ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ മോഡിഫൈ ചെയ്ത് വന്നിട്ടുള്ള ലാസ്റ്റ് ഡേറ്റ് ജൂൺ 22 ആണ്. ഓൾമോസ്റ്റ് വൺ മന്ത് ഗ്യാപ്പ് വന്നിട്ടുണ്ട്. 1 മന്തിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽഡ് ബ്രോഷർ ഞാൻ മുന്നേ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഈ ഡൗൺലോഡ് ദ എക്സാം ബ്രോഷർ ഹിയർ എന്ന് പറയുന്ന ആ ഹിയറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽഡ് ബ്രോഷർ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു NSMCയുടെ ഈ ഒരു വെബ്സൈറ്റിലോട്ട് കയറാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ മുന്നേ നമ്മൾ ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട്. ഇനിയും ആർക്കും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ എന്ത് ചെയ്യാം, നമ്മളത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിലോട്ട് കയറാൻ പറ്റും. ഇവിടെ നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യാനുള്ള ഏരിയയാണ്. അപ്പോൾ അതിൽ നിങ്ങളോട് കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഓരോന്ന് എന്താണ് ഫില്ല് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഈ ജൂണിൽ നിങ്ങൾ ഓൾറെഡി ഒരു ക്ലാസ്സിലോട്ട് പോയി ജോയിൻ ചെയ്യുന്നുണ്ടാവും. ഒന്നുകിൽ 8th അല്ലെങ്കിൽ 9th അല്ലെങ്കിൽ 10th ഇതിലേതെങ്കിലും ഒരു 3 ക്ലാസ്സിൽ നിങ്ങൾ ഏതെങ്കിലും ക്ലാസ്സിലായിരിക്കും പഠിക്കാൻ പോകുന്നത്. ആ ക്ലാസ് ഏതാണോ അതാണ് എന്ത് ചെയ്യേണ്ടത്, ഇവിടെ കൊടുക്കേണ്ടത്. ഒരുപാട് സ്റ്റുഡൻസ് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അതിന്റെ സിലബസ് ഏതാണ് വരിക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു സ്റ്റുഡന്റ് ഇനി 8th സ്റ്റാൻഡേർഡിലോട്ട് പോകുന്ന സ്റ്റുഡന്റ് ആണ്, പുതിയ സ്കൂളിലോട്ട് ജൂൺ മുതൽ 8th സ്റ്റാൻഡേർഡിലോട്ടാണ്. അപ്പോൾ ആ സ്റ്റുഡന്റ് ഇവിടെ ക്ലാസ്സിലുള്ളടുത്ത് 8th ആണ് കൊടുക്കുക അല്ലേ. പക്ഷേ ആ സ്റ്റുഡന്റിന് 8th സിലബസ് എക്സാമിന് വന്നിട്ടുണ്ടെങ്കിൽ എഴുതാൻ പറ്റുമോ? ഇല്ല, കാരണം 8th സ്റ്റാൻഡേർഡ് തുടങ്ങുന്നേ ഉള്ളൂ. അപ്പൊ അവർക്കുള്ള സിലബസ് ഏതായിരിക്കും? 7th സിലബസ് ആയിരിക്കും. എക്സാമിന് വരുന്ന കാര്യം 7th വരെ പഠിച്ച കാര്യങ്ങളെ അവർക്ക് എന്ത് ചെയ്യുള്ളൂ, എക്സാമിന് വരുള്ളൂ. 9th പോകുന്ന ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ അതുവരെ പഠിച്ച 8th വരെ പഠിച്ച കാര്യങ്ങൾ അവർക്ക് വരുള്ളൂ. 10th സ്റ്റുഡന്റ് ആണെങ്കിൽ 10th വരെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുള്ളൂ, അവർക്ക് വരുള്ളൂ. അപ്പൊ ഒരുപാട് ആളുകൾ അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനൊരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ എന്തുകൊണ്ട് ഇവിടെ ഇങ്ങനെ കൊടുത്തു, അതായത് യു ഷുഡ് ഗീവ് ദ ക്ലാസ് ഓഫ് അപ്കമിങ് അക്കാഡമിക് ഇയർ 2023-24 എന്നുള്ളത് കൊടുക്കാൻ കാരണം എന്താ? ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇപ്പൊ നിങ്ങൾ വെക്കേഷൻ ടൈമിലാണ്. അപ്പോൾ വെക്കേഷൻ ടൈമിലാവുമ്പോൾ ഇവിടെ ഏത് ക്ലാസ് കൊടുക്കണം എന്നുള്ള എല്ലാവർക്കും കൺഫ്യൂഷൻ ആവും. ഇപ്പൊ 7th പാസ്സായ ഒരു സ്റ്റുഡന്റ് ഇനി 8th പോകുന്നത്. അപ്പൊ ഇനി 8th ആണ് കൊടുക്കേണ്ടത് അതോ കഴിഞ്ഞ് 7th ആണ് കൊടുക്കേണ്ടത്? അവിടെ കൺഫ്യൂഷൻ വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും രണ്ടും കൊടുക്കുന്ന ആളുകൾ വരും. അത് ഒഴിവാക്കിയിട്ട് ഒരൊറ്റ ഡാറ്റയിലോട്ട് ഒരു യൂണിഫോമിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ കൊടുത്തത്. ഓക്കെ, അപ്പോൾ അതിന്റെ സിലബസ് ഒക്കെ നിങ്ങൾ പഠിച്ച കാര്യങ്ങളെ വരുള്ളൂ, നിങ്ങൾ പഠിച്ചതേ ചോദിക്കുള്ളൂ. നിങ്ങളുടെ സ്കൂളിൽ ഇതുവരെ എന്താണോ പഠിച്ചത് അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. പിന്നെ അത് കേരള സിലബസ്, NCERT അങ്ങനെ അല്ലെങ്കിൽ CBSE അങ്ങനെ ഒരു പെർട്ടിക്കുലർ സിലബസിനെ ബേസ് ചെയ്തിട്ടല്ല, ജനറൽ ആയിക്കൊണ്ട് എല്ലാ സിലബസുകാർക്കും എഴുതാൻ പറ്റുന്ന രീതിയിലാണ് എക്സാം ഉണ്ടാവുക. കാരണം ഇതിൽ ഒരുപാട് സിലബസുള്ള ആളുകൾ ഓൾറെഡി രജിസ്റ്റേർഡ് ആണ്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും എന്ത് ചെയ്യണം, എഴുതാൻ പറ്റണം. അപ്പോൾ ജനറൽ എന്നുള്ള രീതിയിലായിരിക്കും കാര്യങ്ങൾ വരിക. പിന്നെ ഡീറ്റെയിൽസ് ഒക്കെ ആസ് യൂഷ്വൽ നമ്മൾ മുന്നേ പറഞ്ഞപ്പോൾ താഴോട്ടുണ്ട്. ഫസ്റ്റ് പ്രൈസ് നിങ്ങൾക്കറിയാം 10,000 rupees ആണ് ഫസ്റ്റ് പ്രൈസ്, സെക്കൻഡ് പ്രൈസ് 7,000 rupees ആണ്, തേർഡ് പ്രൈസ് 4,000 rupees ആണ്. മാത്രമല്ല പ്രൈസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ക്യാഷ് പ്രൈസ് മാത്രമല്ല, ക്യാഷ് പ്രൈസിന്റെ കൂടെ വേറെയും ഒരുപാട് കാര്യങ്ങൾ എന്തുണ്ട്, ഓരോ പ്രൈസിന്റെയും കൂടെ ഉണ്ട് എന്നുള്ളത് നമ്മൾ ആ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. കാണാത്ത ആളുകൾ കാണുക. മാത്രമല്ല പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കംപ്ലീറ്റ് ആളുകൾക്കും എന്ത് കിട്ടും, സർട്ടിഫിക്കറ്റ്, നാഷണൽ ലെവൽ റെക്കഗ്നീഷനുള്ള സർട്ടിഫിക്കറ്റും കാര്യങ്ങളും കിട്ടുന്നതാണ്. അതുപോലെ തന്നെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഒരു മെയിൽ ID ഒരു നമ്പറും ഉണ്ട്, അതിലെന്ത് ചെയ്യാൻ കണക്ട് ചെയ്ത് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ജൂൺ 22 ആണ് ലാസ്റ്റ് ഡേറ്റ്. പക്ഷേ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്, ഇതിൽ ഓൾറെഡി ഇവർ പറഞ്ഞിട്ടുണ്ട് 5,000 ആളുകൾക്ക് ഫസ്റ്റ് രജിസ്റ്റർ ചെയ്യുന്ന 5,000 ആളുകൾക്ക് മാത്രമാണ് എന്തുണ്ടാവുക, അതിലോട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടാവുക. ഓക്കെ, ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 5,000 ആളുകൾ. നിങ്ങൾക്കറിയാം 8th, 9th, 10th ക്ലാസ്സുകളായിട്ട് ലക്ഷക്കണക്കിന് സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട്. കേരളത്തിൽ മാത്രം നോക്കുകയാണെങ്കിൽ തന്നെ ഇഷ്ടംപോലെ സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സ്കൂളിൽ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടല്ലോ അല്ലേ. അപ്പോൾ ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 5,000 സ്റ്റുഡൻസിന് 8th, 9th, 10th കൂടിയായിട്ട് രജിസ്റ്റർ ചെയ്യുന്ന 5,000 സ്റ്റുഡൻസിനായിരിക്കും ഓപ്പർച്യൂണിറ്റി ഉണ്ടാവുക. അപ്പോൾ ജൂൺ 22 എന്നുള്ളത് കൊടുക്കാനുള്ള ഒരു കാരണം, ഇത് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഒരു മെയിൻ റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ പല ആളുകളും 7th കഴിഞ്ഞുള്ള ആളുകളായിരിക്കും. അപ്പോൾ നിങ്ങൾ UP സ്കൂളുകളിലായിരിക്കും ഇതുവരെ പഠിച്ചിട്ടുണ്ടാവുക. ഇനി പുതിയൊരു സ്കൂളിലോട്ട് 8th വേണ്ടി ഹൈസ്കൂളിലോട്ട് പോകും. അപ്പോൾ പല സ്കൂളുകളിൽ നിന്നുള്ള റിക്വസ്റ്റ് വന്നു, അതായത് ഈ 8th വരുന്ന സ്റ്റുഡൻസിനെ ആ ഹൈസ്കൂൾ ടീച്ചേഴ്സിന് ഒരു പരിചയം ഉണ്ടാവില്ല. ജൂൺ മുതൽ അവരെ പരിചയപ്പെട്ടുള്ളൂ, അവർ അവിടെ എത്തുന്നത് ജൂൺ മുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 8th സ്റ്റാൻഡേർഡിലുള്ള സ്റ്റുഡൻസിനെ ഇൻഫോം ചെയ്യാൻ അല്ലെങ്കിൽ അവരെയും കൂടി ഇതിലോട്ട് എഴുതിക്കാൻ ടീച്ചേഴ്സിന്
കഴിയുന്നില്ല, അല്ലെങ്കിൽ അവരുടെ ഡാറ്റ നമ്മുടെ കയ്യിലില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് ജൂൺ എൻഡിലോട്ട് എന്ത് ചെയ്തത്, ഇതിന്റെ ഒരു പോസ്റ്റ്പോൺ ചെയ്യാനുള്ള കാരണം. അപ്പോൾ ജൂൺ എൻഡിലോട്ട് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും 8th സ്റ്റാൻഡേർഡുകാർ അവിടെ എത്തിയിട്ടുണ്ടാവും, ഹൈസ്കൂളിൽ എത്തി, ടീച്ചേഴ്സിന് പരിചയമായി, ടീച്ചേഴ്സിന് കറക്റ്റായിട്ട് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് പോസ്റ്റ്പോൺ ചെയ്തത്. നിങ്ങൾ മനസ്സിലാക്കുക, കൂടുതൽ ആളുകൾ അപ്പോൾ രജിസ്റ്റർ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം ഇതൊരു അറിയാത്ത ആളുകൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ UP ക്ലാസ്സിലെ ആളുകളും കൂടി ഹൈസ്കൂളിൽ എത്തുമ്പോൾ അവർ കൂടുതൽ ആളുകൾ അവിടുന്ന് അറിയും എന്നുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ രജിസ്റ്റർ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ജൂൺ 22 മുന്നേ ആയിട്ട് 5000 ആളുകൾ ഫിൽ ആവുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇതിന്റെ രജിസ്ട്രേഷൻ പോർട്ടൽ എന്താവും, ക്ലോസ് ആവും. ഓക്കെ, ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആവും. ഇപ്പോൾ നിങ്ങൾ ആര്യഭട്ട നാഷണൽ മാത്ത് കോമ്പറ്റീഷൻ ഒക്കെ രജിസ്റ്റർ ചെയ്ത ആളുകൾക്ക് അറിയാം, ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്തു, ആ ടൈം ആയപ്പോഴേക്കും രജിസ്ട്രേഷൻ ഫുൾ ആയപ്പോഴേക്കും എന്ത് ക്ലോസ് ആയി. അതേപോലെ തന്നെ എന്ത് ചെയ്യും, ഇതിൻ്റെതും ആ ടൈം ആകുമ്പോഴേക്കിന്, അല്ലെങ്കിൽ ഇതിൽ 5000 ആളുകൾ ആയി കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി സൈറ്റ് ക്ലോസ് ആവും. അപ്പോൾ അതിന് വേണ്ടി ലാസ്റ്റ് മിനിറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ലാസ്റ്റ് മിനിറ്റ് വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ റഷ് ആവും. അതിന് മുന്നേ തന്നെ എന്ത് ചെയ്യാം, നമുക്ക് രജിസ്റ്റർ ചെയ്തിട്ട് നമ്മുടെ സീറ്റ് അവിടെ ഉറപ്പിക്കാം. കാരണം ഇങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒരിക്കലും നമ്മൾ മിസ് ചെയ്യരുത്. ഇതുപോലത്തെ നമ്മൾ മുന്നേ ആര്യഭട്ട നാഷണൽ മാത്ത് കോമ്പറ്റീഷൻ കൂടെ പറഞ്ഞു, ഇനി രാമാനുജൻ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കോമ്പറ്റീഷൻസ് വരുന്നുണ്ട്, ഒളിമ്പ്യാഡ് എക്സാമുകൾ വരുന്നുണ്ട്, NSMC പോലുള്ള എക്സാമുകളുണ്ട്. ഈ എക്സാമുകളൊക്കെ നമ്മൾ എഴുതാം, ജസ്റ്റ് എഴുതുക. എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ എക്സ്പോഷർ കിട്ടാനാണ്. അപ്പോൾ നമ്മൾ 1-2 എക്സാമുകൾ എഴുതുമ്പോൾ നമുക്ക് അതിന്റെ ഐഡിയ മനസ്സിലാവും, എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ട ഐഡിയ കിട്ടും. സ്വാഭാവികമായിട്ടും നെക്സ്റ്റ് എക്സാമുകൾക്ക് നമുക്ക് നല്ല രീതിയിലുള്ള റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നല്ല രീതിയിൽ തന്നെയുള്ള പ്രിപ്പറേഷൻസും കാര്യങ്ങളും നടത്തുക. രജിസ്റ്റർ ചെയ്ത ആളുകൾ പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുക. ഇനി കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടാൻ ഞാൻ മുന്നേ ചെയ്തിട്ടുള്ള വീഡിയോ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഒന്ന് കണ്ടാൽ മതി. അപ്പോൾ ഈ ഒരു ഡേറ്റ് അപ്ഡേഷൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ജൂൺ 22 ലാസ്റ്റ് ഡേറ്റ് ആണ്. എക്സാം വരിക ജൂൺ 25 കേട്ടോ. 3 days കഴിഞ്ഞിട്ട് ജൂൺ 25 എക്സാം. റിസൾട്ട് വീണ്ടും 3 days കഴിഞ്ഞിട്ട് ജൂൺ 28 ഫസ്റ്റ് സ്റ്റേജിന്റെ റിസൾട്ട് വരും. പിന്നെ ബാക്കിയുള്ളത് അതിനനുസരിച്ചിട്ട് വരും. ബാക്കി സെക്കൻഡ് സ്റ്റേജ് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് ആ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഐ ബട്ടണിൽ നിങ്ങൾക്ക് അതിന്റെ ലിങ്ക് കാണാൻ പറ്റും. പെട്ടെന്ന് തന്നെ പോയിട്ട് എന്ത് ചെയ്യുക, ഇതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ കാണുക. രജിസ്റ്റർ ചെയ്ത ആളുകൾ പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. ഒരുപാട് ആളുകൾ ഒരുപാട് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കമന്റ് ബോക്സിലൊക്കെ ആയിട്ട്. അതൊക്കെ നമ്മൾ മാക്സിമം ആൻസർ ചെയ്തിട്ടുണ്ട്. ഫൗണ്ടേഷൻ സ്റ്റുഡൻസും ഒരുപാട് ഡൗട്ട്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനും നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എല്ലാവർക്കും എന്ത് ചെയ്തിട്ടുണ്ട്, ആൻസർ ചെയ്ത് തന്നിട്ടുണ്ട്. ഇനിയും എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉള്ള ആളുകൾ ഉണ്ടെങ്കിൽ നമ്മളെയോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിലുള്ള നമ്പർ, ഇമെയിൽ ID അല്ലെങ്കിൽ മൊബൈൽ നമ്പറിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, കോൺടാക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ പെട്ടെന്ന് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. ഇതുപോലത്തെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നമ്മൾ ഇനിയും പറയും. അതിനുവേണ്ടി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു.